ഹെവൻ വേ ട്രാവലിക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഈ മാമ്പഴം എന്ന് പറഞ്ഞ ആളില്ലേ വിചാരിച്ച പോലെ അല്ല കേട്ടോ. വറുത്ത് സേമിയ തന്നെയാണ് കേട്ടോ ഞങ്ങൾ വാങ്ങിച്ചിട്ടുള്ളത്. എന്നാലും നെയ്യിലൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളിങ്ങനെ ചട്ടിയിലേക്ക് നല്ല നെയ്യൊക്കെ ഒഴിച്ച് അങ്ങനെ ചിറ്റിച്ച് നമ്മളങ്ങനെ സേമിയോ വറുത്ത സേമിയാണ് കേട്ടോ വാങ്ങിയത്. അത് നമ്മളൊന്നും കൂടി ഒന്ന് നെയ്യിലിട്ടിട്ട് ഇങ്ങനെ ചൂടാക്കി എടുക്കണം കേട്ടോ. ഈ വീഡിയോടൊപ്പം തന്നെ വീട്ടിലത്തെ കാര്യങ്ങളും ചെറുവക പഴങ്ങളും കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ. ഇനി നമുക്കിതിൽ ആഡ് ആക്കേണ്ടത് മാമ്പഴമാണ്. നുറുക്കി വെച്ച മാമ്പഴമാണ് കേട്ടത്. അപ്പോൾ ചാറോട് കൂടിയിട്ട് ഞങ്ങൾ അങ്ങനെ ഇതിലേക്ക് ഒഴിക്കുകയാണ്. അങ്ങനെ നമ്മൾ മാമ്പഴം ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ തിളപ്പിക്കണം. കുറച്ച് നേരം ഒരു 5-10 മിനിറ്റ് മാക്സിമം നമ്മളത് അടച്ച് വെച്ച് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിക്കണം. ചില മാമ്പഴങ്ങളൊക്കെ വേഗം കല്ല് പോലുണ്ട്, അപ്പം ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ സേമിയും അതിൻ്റെ ഒപ്പം തന്നെ മാമ്പഴവും ചെറുതായിട്ടൊക്കെ വെന്ത് കെട്ടി കുറുകിയിട്ടുണ്ട്. നമുക്ക് ഇതിൽ പാലൊഴിക്കട്ടോ. 1.5 കപ്പ് പാലാണ് കേട്ടോ ഞാൻ അതിലേക്ക് ഒഴിച്ചേക്കണത്. പാക്കറ്റ് പാലാണ് അതിൽ യൂസ് ചെയ്തേക്കുന്നത്. നമ്മൾക്ക് ഇനി ഇതിലേക്ക് അരിപ്പൊടി കുറുക്കിയത് ചേർക്കട്ടോ. അപ്പോൾ ലേശം കട്ടിയും കിട്ടും, അതേപോലെ തന്നെ പെട്ടെന്ന് നമുക്കത് പായസം വേഗം സെറ്റായി കിട്ടും ചെയ്യും. ഞങ്ങൾക്ക് ശർക്കര കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ പഞ്ചസാരയായിട്ട് നമ്മളിതിൽ ആഡാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമായ മധുരങ്ങളൊക്കെ ചേർക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഏലക്കായ ഇടുക. അങ്ങനെ കുറച്ച് നേരം തിളപ്പിച്ച് വറ്റിച്ചതിന് ശേഷം നമ്മുടെ പായസമൊക്കെ ഏതാണ്ടൊക്കെ കുറുകി സെറ്റായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് നെയ്യിൽ വാട്ടിയ കപ്പലണ്ടി, അതുപോലെ അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇതൊക്കെ നമുക്ക് വാട്ടി നമുക്ക് ഇതിൽ നെയ്യോട് കൂടി നമുക്ക് ഒഴിക്കാം കേട്ടോ. പായസം കണ്ടിട്ട് ഇവിടെ ഓരോരുത്തർക്ക് ക്ഷമയില്ലാണ്ടൊക്കെ ഓരോരുത്തർക്ക് എടുത്തു തുടങ്ങിയിട്ടാണ്. ഇതിൽ മാമ്പഴം ഏടാക്കിയത് കൊണ്ടാണ് കേട്ടോ ഈ നമ്മൾ കുറുകി വരുമ്പോൾ ഈ ഒരു യെല്ലോ ഷെയ്ഡാണ് വരുന്നത്. കണ്ടോ, ശർക്കര ഇട്ട പോലത്തെ ഒരു ഷെയ്ഡാണ് വരുന്നത് കേട്ടോ. കണ്ടോ, അങ്ങനെ നമ്മൾ മാംഗോ വിത്ത് സേമിയയും കൂടിയിട്ടുള്ള പായസമായിട്ട് കാണുന്നത്. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. എന്താണെന്നറിയില്ല, ഇപ്പം ഞാനിടുന്ന വീഡിയോസൊക്കെ ആദ്യം കാണണമെന്നില്ല. വളരെ വാശി ടൈമൊക്കെ വളരെ കുറഞ്ഞു വരാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം കേട്ടോ. ഇതെല്ലാവർക്കും കൂടി വേഗം സ്പീഡിൽ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചൂടാറാൻ വേണ്ടി പ്ലേറ്റിലേക്ക് ഒഴിച്ച് വെച്ചതാണ് കേട്ടോ. ഇത് മാമ്പഴ പായസമാണ് വിത്ത് സേമിയോ. കഴിച്ചിട്ട് പറയാം. സൂപ്പർ അടിപൊളിയുണ്ട്. വെറൈറ്റി പായസം. ഇപ്പോൾ കഴിച്ചിട്ട് പറയും പായസം ക്യാമറ നോക്കിയിട്ട് പറയും. എങ്ങനെയുണ്ട്? ഹൈ ശരിക്ക് പറയേ ഫോണും പറയണ. ചൂട് സൂപ്പറായി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിൽ ബട്ടർ, സേമിയോ, പഴം, അണ്ടിപ്പരിപ്പ്, മുന്തിരി, പഴമല്ല മാമ്പഴം. നല്ല ടേസ്റ്റ് ഉണ്ട്. സൂപ്പറായി. സൂപ്പർ ഒന്നും പറയാനില്ല. നമ്മുടെ മാമ്പഴ പായസക്ക മാങ്ങ ഉണ്ടെങ്കിൽ പഴന്തി എന്നതും പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് പലതരം വെറൈറ്റി ഫുഡ് ഈ മാമ്പഴം കൊണ്ട് പലതരം വെറൈറ്റി ഫുഡൊക്കെ ഉണ്ടാകും കേട്ടോ. കുട്ടികൾക്ക് ഇഷ്ടമുള്ളതൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടി നമുക്കും കഴിക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ നമുക്ക് വേണ്ടത് കേട്ടോ. സൂപ്പർ മാമ്പഴ പായസം വിത്ത് സേമിയ. അപ്പോൾ അടുത്ത വീഡിയോ ഒരു വെറൈറ്റി വിഭവമാണ്. അതെ, കഴിക്കാനുണ്ട്. മാമ്പഴം ഉണ്ടായത് നമ്മളെല്ലാം ഉണ്ടാക്കി കഴിക്കണം. ഒന്നും ചെയ്യാൻ പറ്റില്ല, നമ്മൾ എത്തിക്കണ്ട ഒക്കെ കഴിക്കണം. കണ്ടില്ലേ ഞങ്ങൾ ഫേസൊക്കെ? ഞങ്ങൾക്ക് ആർക്കും ക്ഷീണം വരാൻ പാടില്ല. ക്ഷീണമാവും. അതെ. അങ്ങനെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം കേട്ടോ. എല്ലാവരും സപ്പോർട്ട് ഉണ്ടായാൽ മാത്രമേ യൂട്യൂബ് മുന്നോട്ട് ഞാൻ കൊണ്ടുപോകാൻ പറ്റുള്ളൂ കേട്ടോ. സപ്പോർട്ട് വേണേ.